MG റോഡ് മെട്രോ സ്റ്റേഷനാണ് നമ്മുടെ എറണാകുളത്തെ. ഞാനിപ്പോൾ എൻ്റെ മൂന്നാമത്തെ ക്യാമറ കാനോൺ R50V ദേ ഇവിടെ കാനോൻ്റെ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് വീട്ടിലോട്ട് അങ്ങോട്ട് പോവുകയാണേ. ഇന്ന് എന്തായാലും പരിപാടി നടക്കത്തില്ല എന്നാണ് പറയണത്. അപ്പോൾ പിന്നെ വീട്ടിൽ പോയിട്ട് നമുക്ക് അടുത്ത ദിവസം വന്ന് മേടിക്കാം, അല്ലെങ്കിൽ അവർ ബാബാസിലോട്ട് സെൻഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കുറച്ച് സമയം വേണം അത് റെഡിയാക്കാൻ എന്നാണിപ്പോൾ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞത് കസ്റ്റം റീസെറ്റ് ചെയ്താൽ ശരിയായിക്കോളും എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പറയണത് അതല്ല, എന്തോ അവർക്ക് വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ നോക്കണം, അപ്പോൾ അതിന് സമയമെടുക്കും, ഇന്ന് വെച്ചിട്ട് പോയാലേ പറ്റത്തുള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു റൂട്ട് ഇട്ടിരിക്കുന്നത് ഒരു അടിപൊളി റൂട്ടാണ്, മാപ്പ് കാണിച്ചിട്ടുള്ളത്. ചെല്ലാനം വഴി, അതായത് കടൽ തീരം, നമ്മുടെ എറണാകുളത്തെ കടൽ തീരം വഴി ആലപ്പുഴ ചെന്നിട്ട് ആലപ്പുഴയിൽ നിന്ന് പെരുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ACAC റോഡ്, ACAC ബൈപ്പാസ് വഴി ചങ്ങനാശ്ശേരി ചെന്നിട്ട് അവിടെ നിന്ന് നേരെ MC പിടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ റൂട്ടിലും ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കിപ്പോൾ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു കറക്കം കറങ്ങിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എറണാകുളത്തെ തിരക്കുകൾ അത്യാവശ്യം നല്ല രീതിക്ക് കൂടിയവരാണ്. ഓഫീസ് ടൈമാണ് ഇപ്പോൾ. വീട് വരെ എത്തുന്നത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് വെളിച്ചമുള്ള സമയം വരെ വീഡിയോ ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ എവിടെയാണ് എത്തുന്നത് അവിടെ വരെ ആയിരിക്കും ആ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത്. മഹാരാജാസ് കോളേജ് മെട്രോ സ്റ്റേഷൻ. ഇപ്പോൾ പിന്നെ സൺസെറ്റ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒരു 6:30, 6:45 ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം വരെ എനിക്ക് ഷൂട്ട് ചെയ്യാം. ഇപ്പം മണി 5, 7 ആയിട്ടേ ഉള്ളൂ. 1 മണിക്കൂർ എന്തായാലും കിട്ടും. 1 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ പോയാൽ എവിടെ എത്തും എന്നുള്ളതാണ് ചോദ്യം. ഗൂഗിൾ മാപ്പ് വേറൊരു വഴിയാണ്, ആക്ച്വലി വൈക്കം വഴിയുള്ളൊരു വഴിയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാമേല. പക്ഷേ ഏറ്റവും പെട്ടെന്ന് എത്തുന്നത് ഈ ഒരു വഴിയാണ്. നോക്കാം. ഷെടാ, ഞാൻ പെട്ടുപോയി. എനിക്ക് നേരെയായിരുന്നു പോവേണ്ടത്, പക്ഷെ ഞാൻ റൈറ്റ് എടുത്ത് വന്നതേ ഇവരെ കൂടെ കിടക്കുവാണ്. റൈറ്റിലോട്ട് പോവേണ്ടവരെ കൂടെ പണിയായല്ലോ. എറണാകുളത്ത് മെട്രോ ഉള്ളതുകൊണ്ട് കുറച്ച് ബ്ലോക്ക് കുറവാണെന്ന് തോന്നുന്നു. പക്ഷെ സാധാരണ 5 മണിക്കൊന്നും ഇതൊന്നും അല്ല ബ്ലോക്ക്. ഭീമ ജുവലേഴ്സ്. നേരെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി പോർട്ട്, നേവൽ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇവിടെ എന്തായാലും കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ക്രെയിനൊക്കെ കാണാം കേട്ടോ. MG റോഡ്. ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു MG റോഡിൽ ചേട്ടൻ്റെ കൂടെ. നമ്മളിപ്പോൾ കയറുന്നത് ഹാർബർ ബ്രിഡ്ജിലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ കാണുന്നത് അവിടെ ആ ഒരു സൈഡായിട്ട് കാണുന്നത് തോപ്പുംപടി ബ്രിഡ്ജാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ഹാർബർ. ഈ പാലം നമ്മുടെ കപ്പൽ വരുമ്പോഴത്തേക്ക് തുറന്നു കൊടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അതാ പണ്ട് തുറന്നു കൊടുക്കുമായിരുന്നായിരിക്കും, അങ്ങനെ എന്തോ ആണ്. അറിയത്തില്ല കൂടുതൽ. എന്തായാലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇടണേ.
ഹാർബർ ബ്രിഡ്ജ്. ഇവിടെ ഒരു ഹാർബർ ഉണ്ട്, അതാണ് ഇതിൻ്റെ പേര് ഹാർബർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. $190 കിലോമീറ്റർ 4 hours 46 minutes. നമ്മൾ ഇത്രയും നേരം എനിക്ക് തോന്നുന്നു വെല്ലിംഗ്ടൺ ഐലൻഡിലായിരുന്നു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ലാൻഡിലേക്ക് വന്നിട്ടുണ്ട്. മട്ടാഞ്ചേരി നേരെ നമ്മളെന്തായാലും പോകണം മട്ടാഞ്ചേരി വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ഞാൻ മാപ്പിൽ ചെല്ലാനം കണ്ടായിരുന്നു. ചെല്ലാനം പക്ക കോസ്റ്റൽ റോഡാണിത്. കടലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള റോഡാണ്. ഇതാണ് തോപ്പുംപടി കേട്ടോ. തോപ്പുംപടി പാലം. അപ്പോൾ നേരത്തെ കണ്ടത് തോപ്പുംപടി പാലം അല്ലേ? ഇവിടെ നിന്ന് ലെഫ്റ്റ്. എനിക്കൊന്ന് നേരെ പോയാലായിരിക്കും മട്ടാഞ്ചേരി. നമ്മളെന്തായാലും ആ ഒരു കടലിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നേ ഉള്ളൂ കേട്ടോ. മാപ്പിൽ കാണാം ഇത് നേരെ ഈ ഒരു റോഡ് ചെല്ലുന്നത് ആ ഒരു കടലിൻ്റെ ഭാഗത്തേക്കാണ്. നമ്മുടെ ആനത്തലോട്ടം ബീച്ച് റോഡിൽ നിന്ന് പൂന്തറയിലോട്ട് ഇറങ്ങുന്ന അതേപോലത്തെ ഒരു വഴി ആയിരിക്കണം മിക്കവാറും. എന്തായാലും പുഴയൊന്നുമില്ല, നേരെ ഈ റോഡ് തന്നെയാണ്. കേറട്ടോ? യെസ്, കേറിക്കോ. ചെല്ലാനം നേരെ, മട്ടാഞ്ചേരി റൈറ്റ്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിന് ആ റോഡ് നേരെ നമ്മളിപ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നേരെ പോയി കഴിഞ്ഞാൽ മട്ടാഞ്ചേരി ആയിരിക്കും. ഇടക്കൊച്ചി, ഫോർട്ട് കൊച്ചി. തോപ്പുംപടിയൊക്കെ അത്യാവശ്യം നല്ല ഒരു വലിയ ടൗണാണ് കേട്ടോ. ചങ്ങാതി പഴയ ട്രിവാൻഡ്രം വണ്ടിയാണ്, KL01AQ. ഈ ഒരു ബീച്ച് റോഡ് വലിയ തിരക്കില്ല എന്ന് വിശ്വസിക്കുന്നു. എന്താണെന്ന് അറിയത്തില്ല, നോക്കാം. കണ്ണമ്മാലി, ഫോർട്ട് കൊച്ചി റൈറ്റ്. കഴിഞ്ഞൊരു കൊല്ലം വീഡിയോയിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ലെഫ്റ്റും റൈറ്റും പറയണത് തെറ്റാണെന്നുള്ളത്, തിരിച്ചാണ് പറയുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എന്തായാലും മാക്സിമം ശ്രമിക്കുന്നുണ്ട് ലെഫ്റ്റും റൈറ്റും കറക്റ്റ് പറയാനായിട്ട്. എനിക്ക് എപ്പോഴും തെറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ഈ ലെഫ്റ്റും റൈറ്റും. അത് പണ്ട് മുതൽ എനിക്ക് എപ്പോഴും ഈ കോസ്റ്റൽ റോഡ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മളവിടെ നിന്ന് കൊല്ലത്തൊക്കെ പോകുന്നത്. ഞാൻ ഈ കോസ്റ്റൽ റോഡ് എപ്പോഴും പൊതുവെ തിരക്ക് കുറവായിരിക്കും നമ്മുടെ കോസ്റ്റൽ റോഡിൽ. ഇവിടുത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ, എന്തായാലും ഉടനെ തന്നെ അറിയാതെ ഇവിടെ തിരക്ക് കുറവാണോ ഇല്ലേ എന്നുള്ളത്. ഇവിടെയൊക്കെ പെട്രോളിന് 105 രൂപ സംതിങ് പൈസയാണ് കേട്ടോ, വില കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുക്കുന്നു. ഇത് ആക്ച്വലി കടലിൻ്റെ അടുത്തൂടെയാണ് പോകുന്നത് കേട്ടോ, പക്ഷേ തൊട്ടടുത്തല്ല. കണ്ടോ, മാപ്പിൽ കാണാം കടൽ. ഈ സൈഡ് റൈറ്റ് സൈഡ് ഫുള്ള് കടലാണ്. ഇവിടെ വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഈ ഒരു വഴി നമ്മളിപ്പോൾ പോണ വഴി 199 കിലോമീറ്ററാണ് കാണിച്ചത് നമ്മുടെ ക്യാനൻ്റെ സർവീസ് സെൻ്ററിൻ്റെ അവിടെ നിന്ന്. പക്ഷേ മറ്റേ വഴി, അതായത് വൈക്കം വഴി പോകുമ്പോഴത്തേക്ക് 191 കിലോമീറ്റർ അങ്ങനെ എന്തോ, 8 കിലോമീറ്ററോ 9 കിലോമീറ്ററോ ഡിഫറൻസ് ഉണ്ടായിരുന്നു. 191 190. അതുകൊണ്ടായിരിക്കാം മേ ബി മാപ്പ് ആ ഒരു വഴിയിൽ കൂടെ പോകാനായിട്ട് പറഞ്ഞത്. കിലോമീറ്റർ കുറവല്ലേ, പിന്നെ എത്തുന്ന സമയം ഓൾമോസ്റ്റ് ലൈക്ക് സെയിം ആണ്. എനിക്ക് തോന്നുന്നു 6 മിനിറ്റോ അങ്ങനെ എന്തോ ഡിഫറൻസ് ഉള്ളൂ. അതിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഒരേപോലെ ആവും. ആലപ്പുഴയൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് ഉണ്ടാവും അവിടെയും.
എന്തായാലും ചങ്ങനാശ്ശേരി ACSC റോഡിൽ കൂടെയൊക്കെ പോകാമല്ലോ. ഓൾറെഡി ആ ഒരു ബൈപ്പാസ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ പോയിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ വ്ളോഗിലല്ല, എൻ്റെ മെയിൻ ചാനലിൽ, ടെക് ചാനലിൽ. അന്ന് പിന്നെ എല്ലാ വീഡിയോയും ഇടുന്നുണ്ട്, അതും എല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതോ ഇനി ഇതിലാണോ ഇട്ടതെന്ന് ഇപ്പോൾ ഒരു ചെറിയ സംശയം. എന്തായാലും ഞാൻ നോക്കട്ടെ. ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നന്ദി. വീണ്ടും നഗരസഭ. ഈ റോഡ് എന്തായാലും അടിപൊളി കേട്ടോ. വലിയ തിരക്കില്ല. നമ്മുടെ കോസ്റ്റൽ റോഡ് എപ്പോഴും എല്ലാം ഒരുപോലെ ആയിരിക്കും കേട്ടോ. അതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ അവിടെ എവിടെ നോക്കിയാലും, ഇപ്പോൾ പൂന്തുറയിൽ നിന്ന് നമ്മളങ്ങോട്ട് ട്രിവാൻഡ്രത്തോട്ട് പോകുന്ന ആ ഒരു വഴി ഫുള്ള്, നമ്മൾ ഇപ്പോൾ പെരുമാറയിൽ നിന്ന് നമ്മൾ ആ ഒരു ബീച്ച് റോഡ് വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ഇതുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെയാണ് കൊല്ലത്തോട്ട് പോകുമ്പോഴും. വെള്ളം കുടിച്ചോളാൻ മേല. ഒരു സ്റ്റോപ്പ് എന്തായാലും എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ മൈക്കും ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്ക് 40% എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്തായാലും കണ്ടോ, വലിയ തിരക്കില്ല. സ്ഥലങ്ങളൊക്കെ ഏതാണ് കടന്നു പോകുന്നതെന്നൊരു പിടിയില്ല. പക്ഷെ നല്ലൊരു സമാധാനപരമായിട്ട് നമുക്ക് പോകാൻ പറ്റിയ റോഡ്. വണ്ടികളുണ്ടെങ്കിലും വലിയ പ്രശ്നമില്ല. ഈ സമയത്ത് മെയിൻ റോഡ് വഴി പോയെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഫുള്ള് പൊടിയും ചൂടും ബ്ലോക്കും. എന്നാ കണ്ടോ, ഇതുവഴി നമുക്ക് സുഖമായിട്ട് പോവാം. ചെല്ലാനം എത്തിയോ ആവോ ഒരു പിടിയില്ല. ചെല്ലാനം, അതുപോലെ തന്നെ അർത്തുങ്കൽ, നമ്മുടെ ആലപ്പുഴ അർത്തുങ്കലൊക്കെ ഇതുവഴിയാണ്. നമ്മളീ പോണ വഴിയാണ് എന്തായാലും. അർത്തുങ്കൽ പള്ളി, എന്താ പറയുക, ചെറിയ കടവ്. അപ്പോൾ ചെല്ലാനായിട്ടില്ല കേട്ടോ. ഇതുപോലെ ബോർഡ് എന്തായാലും വെച്ചിട്ടുണ്ട്. ചെറിയ കടവാണ്, ചെറിയ കടവ്. ഇപ്പോൾ കണ്ടോ, നമ്മുടെ മാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമ്മുടെ ലെഫ്റ്റ് സൈഡ് കായലാണെന്ന് തോന്നേ, റൈറ്റ് സൈഡ് കടൽ. ഇനി രണ്ടും കടലാണോന്ന് അറിയാൻ പറ്റില്ല. എന്തായാലും ഇത് കായലാണ്. ഇതെനിക്ക് തോന്നുന്നു ഒരു ഐലൻഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. കുമ്പളങ്ങിയൊക്കെ ഇതുവഴി നമ്മൾ ഈ പോണ വഴിക്കാണോ? കുമ്പളങ്ങിക്ക് ഇതുവഴി പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടാ. കണ്ണമാലി, കണ്ണമാലി, കണ്ണമാലിയാണ് കേട്ടോ. കണ്ണമാലി. കണ്ണമാലി പള്ളിയിലായിരിക്കും ഉത്സവം നടക്കുന്നുണ്ട് ഇവിടെ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ആലപ്പുഴ പൂങ്കാവ് പള്ളിയിൽ വിശുദ്ധ തീർത്ഥാടനം. ഇതാണോ അതോ ഏതോ പള്ളിയുടെ പരസ്യമാണോ കേട്ടോ. ഇത് കണ്ണമാലി പള്ളിയാണ്. സ്വാഗതം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത്. ഞാൻ പറഞ്ഞില്ലേ കുമ്പളങ്ങി, അപ്പോൾ ഇവിടെ തന്നെ. കുമ്പളങ്ങി എന്ന് പറഞ്ഞൊരു ഐലൻഡാണ്. കുമ്പളങ്ങി നൈറ്റ്സ് സിനിമയൊക്കെ ഇവിടെയാണ് ഷൂട്ട് എന്നാണ് എൻ്റെ വിശ്വാസം. KS സൂപ്പർ മാർക്കറ്റ്. അതൊരു സൂപ്പർ മാർക്കറ്റായിരുന്നു. ഇവിടെ കായലും അവിടെ കടലും. ഇപ്പം എന്തായാലും കുറച്ച് ദൂരമുണ്ട് കേട്ടോ കടലിനും കായലിനും ഒക്കെ അടുത്ത്. റോഡിൻ്റെ പൊക്കത്തിന് വെള്ളം. അപ്പം മഴ പെയ്താൽ അടിപൊളിയായിരിക്കും, റോഡിൽ വെള്ളമായിരിക്കും.
ഇവിടെ നിന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത്, സോറി റൈറ്റ്. ഏതോ ഒരു ജംഗ്ഷനിൽ വന്ന് കയറി നമ്മളിപ്പോൾ റൈറ്റ് എടുത്ത് ആലപ്പുഴ അർത്തുങ്കൽ കൊച്ചി റോഡ് 13 കിലോമീറ്ററിന്. പാലം അപകടാവസ്ഥയിലാണ്, പതുക്കെ പോകാവുന്നതുകൊണ്ട് 30 km/h. ആ സൂപ്പർ. എനിക്ക് തോന്നുന്നു നമ്മൾ ചെല്ലാനം എത്താറായിട്ടുണ്ട്. ഈ ചെല്ലാനത്താണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ചെല്ലാനം എത്താറായി, അല്ലെങ്കിൽ ചെല്ലാനം എത്തി. ചെല്ലാനം എത്തി. ഇത് കണ്ടോ, ഐ ലവ് ചെല്ലാനം. ഇപ്പോൾ എന്തായാലും അവിടെ കയറിക്കഴിഞ്ഞാൽ കടലാണ്, കയറിക്കഴിഞ്ഞാൽ നമ്മുടെ സമയം ഫുള്ള് പോവും. പിന്നെ കടൽ നമുക്കതൊരു എന്താ പറയുക, നമ്മൾ കാണാത്തതല്ലാത്തത് കൊണ്ട് കയറി സമയം കളയണ്ട. KSRTC ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെങ്ങോട്ട് പോകുന്നതാ? ആലപ്പുഴ. ആലപ്പുഴയ്ക്ക് പോകുന്ന വണ്ടിയാണ്. നമ്മളവിടെ കൂടെ ഒക്കെ ഓടിക്കുന്ന അതേ ഫീൽ കേട്ടാ ഇവിടെ എറണാകുളത്തും. എല്ലാം കേരളത്തിൽ തന്നെ, എല്ലാം കേരളത്തിൻ്റെ കോസ്റ്റൽ റോഡും തന്നെ. പിന്നെ എന്താ അല്ലേ വ്യത്യാസം? നമ്മൾ അഞ്ചേങ്കിൻ്റെ അകത്തൂടെ പോകുന്ന റോഡ് വലുതായി കഴിഞ്ഞാൽ അത് ഇതേപോലെ ഇരിക്കും. എനിക്കിപ്പോൾ അതുപോലെ തോന്നുന്നത്. അവിടെ ചെറിയ റോഡാണ്, ഇവിടുത്തെ വലിയ റോഡാണ്. ഇതേതോ സ്ഥലം? ചെല്ലാനം ഗോതമ്പ് കുണ്ട. എന്താ? ചെല്ലാനായിട്ടാ, ഇതാണ് ചെല്ലാനം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അവിടെ മുതൽ കണ്ടതെല്ലാം ചെല്ലാനം തന്നെ തോന്നുന്നു. ചെല്ലാനം പാലം അപകടത്തിൽ സൂക്ഷിക്കുക. എല്ലാ പാലവും അപകടത്തിലാണല്ലോ ഈശ്വര. ചെല്ലാനം. കാശിനാഥൻ, മാർക്കോപോളോ. ഇനിയിപ്പോൾ എന്തായാലും വെള്ളം കുടിച്ചിട്ട് പോവാം. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചത് ഈ ഒരു കടയിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. ചെല്ലാനം അടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് കേട്ടോ. എന്തായാലും ഈ ചൂട് സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് എപ്പോഴും. പക്ഷെ അതങ്ങോട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 600 ml ഒരു ബോട്ടിൽ വാങ്ങിച്ചത് അതേപോലെ അങ്ങ് കുടിച്ചു. അത്രയ്ക്കും ദാഹമായിരുന്നു. ഡെയിലി എന്ന് പറഞ്ഞൊരു ബ്രാൻഡായിരുന്നു. ഡെയിലി തമിഴ്നാട്ടിലുണ്ടാക്കുന്ന സാധനം. ഫ്രൂട്ടിയുടെ മറ്റൊരു സാധനം, ഫ്രൂട്ടി മാസ, അതുപോലത്തെ ഒരു സാധനം. സൗത്ത് ചെല്ലാനം. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരും മത്സ്യബന്ധനത്തിന് പോകുന്നവരാണ് കേട്ടോ.
ഇപ്പോൾ തിരക്കും കുറഞ്ഞു, അതേപോലെ റോഡിൻ്റെ അവസ്ഥയും മോശമായി തുടങ്ങി. ഇനി ഇതുകൊണ്ടാണ് എന്തോ നമ്മുടെ മാപ്പ് വൈക്കം വഴി പോകുമെന്ന് പറഞ്ഞത് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഓൾറെഡി ഞാനത് വഴിയൊക്കെ പോയിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റൂട്ട് കാണിക്കുമ്പോഴത്തേക്ക് പോവാതിരുന്നാൽ ശരിയാവില്ലല്ലോ. പുതിയ പുതിയ വഴികൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. എന്തായാലും ഇനി ക്യാമറ മേടിക്കാനായിട്ട് ഇനി ഒരു വരവും കൂടി വരേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് സൂപ്പർ പള്ളി. അപ്പോൾ നന്ദി ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നേരെ പോയാൽ ആലപ്പുഴ അർത്തുങ്കൽ. ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അടിപൊളി റോഡായല്ലോ. ഇതേത് ഗ്രാമപഞ്ചായത്താണെന്ന് അറിയാൻ വയ്യല്ലോ. റോഡ് കൊല്ലില്ലെന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ, അപ്പോഴേ അടിപൊളി റോഡായി വീണ്ടും. കേരളത്തിൽ എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് മിക്ക റോഡുകളും ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഈ KSRTCനെയൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്താൽ, വെള്ളം കുടിക്കാൻ നിന്ന സമയത്ത് ഓവർടേക്ക് ചെയ്താൽ നമ്മളെ. ക്രിസ്റ്റൽ മ്യൂസിയം, ഇതാണ് അവിടെ ചെല്ലാനത്ത് എഴുതി വെച്ചിരുന്നത്. ക്രിസ്റ്റൽ മ്യൂസിയം കൊള്ളാലോ. നേരെ പോയ ആലപ്പുഴ, ലെഫ്റ്റ് പോയ തുറവൂര്, പിന്നെ വേറെ ഏതൊരു സ്ഥലം. അപ്പോൾ നമ്മൾ തുറവൂർ ഭാഗത്തെത്തിയെന്ന് തോന്നുന്നു കേട്ടോ. സംഹതി സാന്ത്വന പരിചരണ പദ്ധതി, കിടപ്പു രോഗികൾക്ക് വീട്ടിൽ വന്ന് പരിചരണം. മിക്കവാറും നമ്മുടെ ഈ ഒരു മോട്ടോ വ്ലോഗ് ആലപ്പുഴ വെച്ച് നിർത്തേണ്ടി വരും കേട്ടോ. കാരണം അപ്പോഴത്തേക്ക് ഇരുട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഇപ്പോൾ നമുക്ക് കടൽ കാണാം. ഒരു ലൈറ്റ് ഹൗസും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതേ കണ്ടോ, പുതിയ മോഡേൺ രീതിയിലുള്ള ലൈറ്റ് ഹൗസ്. ഇത് കടലിലെ വെള്ളം വന്ന് നിൽക്കുന്നതാണോ എന്താണെന്ന് അറിയാൻ വരില്ലോ. NH66 നേരെ ആലപ്പുഴ റൈറ്റ്. NH66 കൂടെ പോയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ, പിന്നെ ആലപ്പുഴ വഴി തന്നെ പോകണം. ഇതിപ്പോൾ എവിടാണെന്നൊരു പിടിയില്ലല്ലോ സ്ഥലം. നോക്കട്ടെ. അന്ധകാരനഴി. ഇത് പക്കാ കോസ്റ്റൽ റോഡ് തന്നെയാണ് കേട്ടോ. എന്തായാലും ഈ ഭാഗത്തുള്ള നമ്മുടെ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമൻറ്റായിട്ട് ഇടണേ. നിങ്ങളുടെ സ്ഥലമൊക്കെ എന്തായാലും അടിപൊളി തന്നെ കേട്ടോ. ഇവിടെ കാണാൻ പറ്റിയ സ്പോട്ടുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും കമൻറ്റായിട്ട് ഇടാൻ മറക്കണ്ട കേട്ടോ. ഞാൻ എന്തായാലും വീണ്ടും ഒന്നുകൂടെയൊക്കെ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനായിട്ട് വരാം.
163 കിലോമീറ്റർ, 4 hours 1 minute ആണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഞാൻ വീട്ടിലെത്താനായിട്ട് എടുക്കുന്ന സമയം 10:12 കേട്ടോ. രാത്രി 10:12 ഞാൻ എത്തുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 6:12 ആയിട്ടുണ്ട്. ആലപ്പുഴ നേരെ തങ്കി ജംഗ്ഷൻ ലെഫ്റ്റ്. ഇവിടെയും നമ്മുടെ കടലടിച്ച് കയറക്കൊണ്ടെന്ന് തോന്നുന്നു. അതാണ് മറ്റേ പുലിമുട്ടി ഇടുവാണ് ഇവിടെയും. നമ്മളവിടെ ഇപ്പോൾ കുറച്ച് ഇട്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് കടലടിയില്ല പൂന്തറ ഭാഗത്ത്. ശിവക്ഷേത്രം. അർത്തുങ്കൽ ഹാർബർ നമ്മൾ അടുക്കാറായി എന്തായാലും. അങ്ങനെ അർത്തുങ്കൽ എത്താറായിട്ടാ. അർത്തുങ്കൽ നേരെ തൈക്കിൽ ബീച്ച് റൈറ്റ്, ചേർത്തല ലെഫ്റ്റ്. തൈക്കിൽ ബീച്ച്. ഇപ്പം തട്ടിയനെ ഓട്ടോ. തട്ടിയില്ല എന്നുള്ള രീതിക്കാണ് പോയത്. ആലപ്പുഴ റൈറ്റ്, അർത്തുങ്കൽ പള്ളി റൈറ്റ്, ചേർത്തലയാണോ ലെഫ്റ്റ്? ചേർത്തല നേരെ, ചമ്പക്കാടും നേരെ, നമുക്ക് റൈറ്റ്. അർത്തുങ്കൽ എത്തി കേട്ടോ. ഇവിടെയാണ് അർത്തുങ്കൽ പള്ളി. ഇവിടെ ഇവിടെ ദാണ്ട. യെസ്, അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മുടെ അർത്തുങ്കൽ പള്ളി. പള്ളിയിൽ ഉത്സവമാവാറായി എന്ന് തോന്നുന്നു. അതോ കഴിഞ്ഞോ? ഒരു പിടിയില്ല. എന്തായാലും പെരുന്നാളാവുകയാണെങ്കിൽ വരാം. ആലപ്പുഴ പൂങ്കാവ് പള്ളിയിൽ. പൂങ്കാവ് പള്ളി ഇനി ഇതാണോ? അർത്തുങ്കൽ പള്ളീനാണോ ഇനി പൂങ്കാവ് പള്ളി എന്ന് പറയണത്? അറിയത്തില്ല. എന്തായാലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ആർക്കെങ്കിലും ഉറപ്പായിട്ടും വീഡിയോ. അതുപോലെ തന്നെ അർത്തുങ്കൽ പള്ളിയിൽ എന്നാണ് പെരുന്നാളെന്നും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. ആലപ്പുഴ വഴിയൊക്കെ മറ്റേ നമ്മുടെ എറണാകുളത്ത് പോകുമ്പോഴത്തേക്ക് ഈ അർത്തുങ്കൽ കാണുമ്പോഴേ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഈ ഒരു അർത്തുങ്കൽ പള്ളിയാണ്. അരിപ്പറമ്പ് ലെഫ്റ്റ് പോയാൽ നേരെ പോകുന്നത് അർത്തുങ്കൽ, നേരെ പോകുന്നത് ആലപ്പുഴ. എലിഫന്റ് കൺട്രി. എന്തായാലും നേരം പരപരായിരുട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സൺസെറ്റ് കഴിയാറായി എന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. പിന്നെ DJ ആയതുകൊണ്ടേ ഗോപ്രോനേക്കാളും കുറച്ചുകൂടെ ഒരു ലോ ലൈറ്റ് പെർഫോമൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ പറ്റുമായിരിക്കും.
ആലപ്പുഴ ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് അറിയാൻ വയ്യ. മിക്കവാറും ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ആലപ്പുഴ വെച്ചിട്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യും ഞാൻ. ഇവിടെ ഫുള്ള് മാർക്കോ പോളയാണല്ലോ. ഞാനിപ്പോൾ കുറച്ചധികം മാർക്കോ പോളോ കണ്ടു. അടിപൊളി പള്ളികളുണ്ട് കേട്ടോ ഈ സൈഡ്. ആലപ്പുഴ നേരെ തുമ്പോളി പള്ളി, നേരെ കണിച്ചിക്കുളങ്ങര, ലെഫ്റ്റ് ചെത്തി. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ ചെത്തി, ചെത്തിപ്പാലം. ആലപ്പുഴ നേരെ മാരാരിക്കുളമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ മാരാരിക്കുളമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ക്യാമറ ഓണാക്കാനായിട്ട് വിട്ടുപോയായിരുന്നു. ആലപ്പുഴ ഇതുവരെ എത്തിയിട്ടില്ല. എനിക്കറിയത്തില്ല എത്രയാണ് ആ ഒരു കിലോമീറ്റർ എന്നുള്ളത് ഇനി ആലപ്പുഴയ്ക്ക്. എന്തായാലും ഓൾമോസ്റ്റ് ഇരുട്ടി. ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുത്തിട്ടും കാര്യമില്ല. ആസനം വേദന തുടങ്ങി. ഇതാണ് ഈ വണ്ടിയുടെ എന്നല്ല, നോർമലി ബൈക്ക് ഓടിക്കുമ്പോഴത്തേക്കുള്ളൊരു പ്രശ്നം ഇതാണ്. ഞാനൊരു എയർ കുഷൻ സീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ സാധനം ഇതുവരെ എത്തിയിട്ടില്ല. അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതും കൂടെ അങ്ങ് ചെക്ക് ചെയ്യായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ആലപ്പുഴ നേരെ പാതിരാപ്പള്ളിയോ പാതിരാമണലോ, അതെന്തായാലും ഇവിടെ നിന്ന് ലെഫ്റ്റാണ് കേട്ടോ. പാതിരാ മണലാണെന്നാണ് തോന്നുന്നത്. അല്ല, പാതിരാപ്പള്ളി NH66 ഒക്കെ തന്നെ ലെഫ്റ്റാണ്. നമ്മൾ നേരെ ആലപ്പുഴ. പക്ഷെ പാതിരാമണൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ഇതെന്തായാലും പാതിരാപ്പള്ളി. പൂങ്കാവ് പള്ളി ലെഫ്റ്റ്. അടുത്തടുത്ത് പള്ളികളാണ് കേട്ടോ. സ്ഥലങ്ങളാണോ ഇനി പള്ളികൾ തന്നെയാണോ എന്നറിയാൻ മേല. ബ്ലോക്ക് തുടങ്ങി എന്ന് തോന്നുന്നു. അതിൻ്റെ അർത്ഥം ആലപ്പുഴ എത്താറായി കാണണം. ഇപ്പോഴത്തെ ബ്ലോക്ക് ഇതേ ഈ ഒരു വണ്ടിയുടെ ബസ്സായിരുന്നു കേട്ടോ. അതിനെ ഓവർടേക്ക് ചെയ്ത് അറിയാം. തുമ്പോളി
നമ്മളെന്തായാലും നേരെ തന്നെ പോകുന്നത് തുമ്പോളി പള്ളിയാണിത്. കോട്ടയം വഴി പോകുമ്പോഴത്തേക്ക് അത് വേറൊരു ഭംഗി, ഇവിടെ ആലപ്പുഴ വഴി പോകുമ്പോഴത്തേക്ക് അത് വേറൊരു ഭംഗി. മറ്റത് കുറേ മലകളും വളവുകളും തിരിവുകളും ആണെങ്കിൽ ഇവിടെ ഫ്ലാറ്റ് റോഡാണ്. ആലപ്പുഴ പൊതുവേ നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് സൈക്കിളിൽ പിള്ളേർ മാത്രമല്ല കുറേ പേര് സൈക്കിൾ ഉപയോഗിക്കുന്ന കാണാം. പക്ഷേ ഈ ഒരു വഴിക്ക് വന്നിട്ട് അങ്ങനെ സൈക്കിൾ കണ്ടില്ല. ഇതേ പറഞ്ഞ് നാക്കെടുത്തേ ഉള്ളൂ. കണ്ട ഒരാൾ പോകണണ്ട, ഒന്നല്ലാതെ കണ്ട. സൈക്കിൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ ആലപ്പുഴക്കാരാണെന്ന് തോന്നുന്നു, കാരണം ഫ്ലാറ്റ് റോഡ്സാണ് ഫുള്ള്. റെയിൽവേ ഗേറ്റ് വന്നല്ലോ. ഇവിടെ സിംഗിൾ ട്രാക്ക്, അതാണ് നമ്മുടെ ആലപ്പുഴയുടെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ പല വണ്ടികളും കോട്ടയം വഴിയാണ് പോകുന്നത്. എന്നാൽ ആലപ്പുഴ വഴി, തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി പോകുകയാണെങ്കിൽ പെട്ടെന്ന് എറണാകുളത്ത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻസ് എല്ലാം നിർത്തിയാണ് വണ്ടികൾ പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ട് നോർമലി എല്ലാ വണ്ടികളും വർക്കല നിർത്തും. ഇനി വർക്കല നിർത്തിയില്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കൊല്ലത്താണ്. പക്ഷേ കൊല്ലം വിട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുമ്പോൾ പാസഞ്ചറാവും, എല്ലായിടത്തും നിർത്തി. ചെങ്ങന്നൂർ, മാവേലിക്കര, തിരുവല്ല, ചങ്ങനാശ്ശേരി എല്ലായിടത്തും നിർത്തി ഒരു പരുവാവും. അപ്പോൾ നമ്മൾ നമ്മുടെ ദേശീയ പാതയിലോട്ട് വീണ്ടും കയറുകയാണ് കേട്ടോ. ശരാ, അവിടെ നിന്നായിരുന്ന വഴുതെറ്റി. അല്ല, ഇത് തന്നെ, ഇത് വഴിയാണോ? തന്നെ. ഈശ്വര, ആലപ്പുഴ ബീച്ചിൽ കയറാതെ ദേശീയപാതയിലോട്ട് വന്നു. ഇതിപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് പണി കിട്ടിയാണ്. ഞാൻ മേപ്പ് ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരുന്നു. വേറെ ഏതോ വഴി കയറിയിട്ട് ഇതിലോട്ട് കയറാനുള്ളൊരു വഴി കാണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം, പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ ബൈപ്പാസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിലൂടെ പോവുകയാണ്. എലിവേറ്റഡ് ഹൈവേ. അപ്പോൾ ഇനി എന്തായാലും ACSC റോഡിലൂടെ പോണ കാഴ്ചകൾ കാണാനായിട്ട് നിർവാഹമില്ല, കാരണം ഇരുട്ടായി ഓൾമോസ്റ്റ്. അവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് ഇരുട്ടായിക്കോളും. അപ്പം ശരി, ഇനിയിപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. എറണാകുളത്ത് നിന്ന് നമ്മുടെ ആലപ്പുഴ ഇവിടെ വരെ ആ ഒരു കോസ്റ്റൽ റോഡിലൂടെയുള്ള യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഈ ഒരു വഴി വന്നത്. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നല്ല വഴിയാണ്, നല്ല സൈലൻ്റ് ആയിട്ടുള്ള വഴിയാണ്. ചെറിയ റോഡാണെങ്കിലും വണ്ടി കുറവാണ്, ഇടയ്ക്ക് മാത്രമാണ് വണ്ടികൾ കാണുന്നത്. പക്ഷേ അതർവൈസ് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് വണ്ടി ഓടിച്ചു, ശാന്തമായിട്ടും സമാധാനമായിട്ടും നമുക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റോഡ് ചൂസ് ചെയ്യാം. ഇവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്കും നമുക്ക് ആക്ച്വലി കോസ്റ്റൽ റോഡ് ഉണ്ട് കേട്ടോ. ഞാൻ എവിടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് മുന്നേ. ഞാൻ എന്തായാലും ഇന്നത് നോക്കുന്നില്ല. ACSC റോഡ് വഴി പോവാം.
രാത്രിയാണ്, പിന്നെ ആ ഒരു കാഴ്ചകളൊന്നും കാണാനും പറ്റത്തില്ല. പിന്നെ ഏത് വഴി പോയാലും ഒരു കണക്ക് തന്നെ. അപ്പോൾ ശരി, എന്നാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആവശ്യം ലൈക്കായിട്ട് അറിയിക്കാൻ മറക്കണ്ട. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. കൂടാതെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.